ഇൻസ്റ്റാഗ്രാമിൽ ഐ ലവ് യു മെസ്സേജുകൾ വരാറുണ്ടോ? വന്നിട്ടുണ്ട്. ഉണ്ട്. ആ മെസ്സേജുകൾക്ക് എന്തെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് കണ്ടും ബ്ലഷ് ചെയ്യാറ്. ഐ ലവ് യു ആയിട്ടല്ല, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അങ്ങനെ ഒരു ഏതെങ്കിലും അങ്ങനെ നല്ല ഇത് പറഞ്ഞേക്കുന്ന മെസ്സേജുകൾക്ക് എന്തെങ്കിലും മറുപടി അയക്കാറുണ്ടോ? നല്ല ഞാൻ അങ്ങനെ റിക്വസ്റ്റുകൾ എന്ന് വെച്ചാൽ കുറെ റിക്വസ്റ്റ് വരുന്ന കിടക്കും. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ചിലപ്പോ ഒരു നല്ല മെസ്സേജസും ലൈക്ക് ഇങ്ങനെ പടം കണ്ടായിരുന്നത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേന് അങ്ങനെ ഞാൻ റിപ്ലൈ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ. ഒഴിവുവേളകൾ ആനന്ദകരമാക്കാനായിട്ട് മമിത എന്താണ് ചെയ്യാറുള്ളത്? വെറുതെ ഇരിക്കും. വെറുതെ ഇരിക്കോ? വെറുതെ ഇരിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് ഈ ഒഴിവുവേള എന്ന് പറയുമ്പോ തന്നെ ഹായ് കുറച്ചു നേരം ചുമ്മാ ഇരിക്കാം, കുറച്ചു നേരം ഉറങ്ങാം, ആ ഒരു മൈൻഡാണ് ഇപ്പൊ. നേരത്തെ ഒക്കെ എനിക്ക് വെറുതെ സമയം കിട്ടുമ്പോഴത്തേനും ഈ ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു. അതായിരുന്നു മെയിൻ പരിപാടി. ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, ഉറങ്ങിയാൽ മതി. സീരിയസ്ലി ലൈക്ക് ഞാൻ ആ എക്സാമിന്റെ സമയത്തൊക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 2-3 ആഴ്ച എനിക്ക് ഒട്ടും ഉറക്കമൊന്നുമില്ലായിരുന്നു. അപ്പം ഈ എക്സാമിന്റെ സമയത്ത് നമ്മൾ പാസ് ആവണല്ലോ, ലൈക്ക് 48 hours ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആകപ്പാടെ എടുത്തിരിക്കുന്ന 20 minutes പവർ നാപ്പ ആ 2 ദിവസം കൊണ്ട്. അപ്പൊ എനിക്ക് ഓൾറെഡി എനിക്ക് സന്തോഷമായിട്ടൊക്കെ ജീവിക്കണം കേട്ടോ. 48 മണിക്കൂറിൽ 20 മിനിറ്റ് ആണ് ആകെ ഉറങ്ങിയത്. അതെ. പക്ഷെ ഞാനിങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. ഈ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സും സൈക്കോളജിയും കൂടെ വന്നപ്പോഴത്തേന് ഭയങ്കര ഇതായിപ്പോയി. നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ? നീ ഇങ്ങനെ ഇത്രമാത്രം നിന്റെ ബോഡിയെ നിന്റെ ശരീരത്തെ സംടൈംസ് ഇറ്റ് വർത്ത് ഇറ്റ്. ലൈക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ലത് കിട്ടുമ്പോഴത്തേനും ഓക്കെ. ഈ സൂപ്പർ ശരണ്യയിലേക്ക് എങ്ങനെയാ വന്നേ? സൂപ്പർ ശരണ്യയിലേക്ക് ഗിരീഷ് ചേട്ടൻ ഓഡിഷൻ വഴി തന്നെ അങ്ങനെ സെലക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഓഡിഷൻ എന്താ ചെയ്യാൻ പറഞ്ഞേ? ഓഡീഷൻ എന്നോട് 2-3 ക്യാരക്ടർ, ഇതിനകത്ത് തന്നെ 2-3 ക്യാരക്ടറിന്റെ കുറച്ച് പോർഷൻസ് വന്നിട്ട് നമ്മളോട് തന്നെ നമ്മൾ സങ്കല്പിക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊക്കെ സങ്കല്പിക്കണം, ഡയലോഗ് പറഞ്ഞ അങ്ങനെയൊക്കെ ആയിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഒത്തിരി നല്ല ഫീഡ്ബാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കോംപ്ലിമെന്റ്സ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഏറ്റവും മോശമായി കേട്ട ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസോ എന്താണ്? ആരെങ്കിലും പറഞ്ഞ് മനസ്സിനെ അങ്ങ് മടുപ്പിച്ച ഒരു മനസ്സിനെ മടുപ്പിക്കാൻ എന്താണെന്നറിയോ? നമ്മള് പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് പെൺകുട്ടികള് നല്ല സ്ട്രഗിളിംഗ് ആണ്. ഈ സിനിമ ഫീൽഡിലൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രഗിളിംഗ് ആണ്. കാരണം അവർക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് അല്ലാതെ തന്നെ ഉണ്ട്. അതായത് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം, നാട്ടുകാരുടെ അത് വേറെ, അതായത് നാട്ടുകാരുടെ പ്രഷർ ഉണ്ട് വീട്ടുകാർക്ക്, അതെല്ലാം കൂടെ നമ്മളെ തലയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പഠിത്തം എല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ആഗ്രഹമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ആ ഒരു പാഷന് അവര് നല്ല സ്നേഹിച്ച് ചെയ്യുന്ന ഒരു വർക്കാണത്. അപ്പൊ അതിനെ ലൈക്ക് നമുക്ക് നല്ല ക്രിറ്റിസിസം ഉണ്ട്. നമുക്ക് എന്താ പറയാ, ഇതൊക്കെ ക്രിറ്റിസിസം ആണോ എന്ന് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് മെസ്സേജസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല ക്രിറ്റിസിസം നമ്മൾ എപ്പോഴും അംഗീകരിക്കണം.